കുട്ടികളെ, അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് വലിയ വലിയ കാര്യമായിട്ടുള്ള വിശേഷങ്ങളും ഒന്നുമില്ല. എന്നാലും എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു സാറ്റർഡേ വ്ലോഗാണ്. അപ്പോൾ സാറ്റർഡേ വ്ലോഗായിട്ട് എനിക്ക് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല. അവർ അവിടെ കിടന്ന് ഉറങ്ങാണ്. അവർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീച്ച് വരുന്നത്. അപ്പോൾ എനിക്ക് പതിവ് പോലെ കിച്ചണിൽ ജോലികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനും കുറച്ചൊക്കെ ലേറ്റ് ആയിട്ടാണ് വന്നത്. കാരണം പിള്ളേർക്ക് സ്കൂളിലൊന്നും പോകാനില്ല. അപ്പോൾ ധൃതിപ്പെട്ട് ഒന്നും എടുക്കാനൊന്നുമില്ല. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉപ്പുമാവും കടലക്കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെജിറ്റബിൾസൊക്കെ ഞാൻ തലേന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾ എന്ന് പറയാൻ മാത്രം ഉണ്ടായിരുന്നില്ല, ക്യാരറ്റാണ് ഉണ്ടായുള്ളൂ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ സ്കൂളിൽ പോണ ദിവസമല്ല, ഇപ്പോൾ സ്കൂളിൽ പോകാത്ത ദിവസം ഉണ്ടെങ്കിലും ഞാൻ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടല്ലോ, രാത്രി തന്നെ തലേന്ന് രാത്രി തന്നെ എല്ലാം കട്ട് ചെയ്ത് അങ്ങോട്ട് വയ്ക്കും. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടല്ലോ ഈ കുക്ക് ചെയ്യാൻ ഭയങ്കര ഈസി ആട്ടോ. അതിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനുണ്ടല്ലോ കുറച്ച് ഉള്ളിയൊക്കെ, അതായത് തോരൻ വെക്കണം, അതുപോലെ തന്നെ ഫിഷ് കറി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഞാൻ ഉപ്പുമാവിന് സവാള ആട്ടോ എടുത്തിരിക്കുന്നത്. അത് ഞാൻ കട്ട് ചെയ്ത് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഉപ്പുമാവ് വയ്ക്കുന്നത് പോലെയാണ് ഞാൻ ഉപ്പുമാവ് വയ്ക്കുന്നത്. വേറെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് ക്യാരറ്റ് ചേർക്കുന്നു. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അത് ഉപ്പുമാവിന് ഒരു പ്രത്യേക ഫ്ലേവർ നൽകും. പിന്നെ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കി ആർക്കും ഇഷ്ടമല്ല കേട്ടോ. എനിക്കും ഹസ്ബൻഡിനും ഇഷ്ടമാണ്, കുട്ടികൾക്കും ഇഷ്ടമല്ലാത്ത സാധനമാണ് ഉപ്പുമാവ്. പക്ഷെ എന്നാലും ഈ റവ വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് അത് കാണുമ്പോൾ ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ എന്ന് എനിക്ക് തോന്നും. അപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അതൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം കേട്ടോ ഈ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ക്യാരറ്റ് അതിലിരുന്ന് ഒന്ന് വെന്തോട്ടെ, ആ ടൈമിൽ നമുക്ക് ആ കൊച്ചുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് ഫിഷ് മേടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ലോകം എന്തൊക്കെ ട്രിക്സ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാലും ഈ ഉള്ളി, സവാള കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് നിറയൂലേ, അതിനുള്ള പരിഹാരം എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ എന്നൊക്കെ ഉള്ളി കട്ട് ചെയ്താലും എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകുടാന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി ചാടും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചതച്ച മുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഒന്ന് കവറിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചപ്പോഴത്തേക്കും ഞാനൊന്ന് മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചതച്ച മുളകാണ്. ചതച്ച മുളക് ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉപ്പുമാവിന്. അപ്പോൾ ഒരു പ്രത്യേക കളറും കിട്ടും, ടേസ്റ്റും കിട്ടും. എരിവിന് ഒരു എരിവൊക്കെ വേണമല്ലോ ഉപ്പുമാവിന്. അപ്പോൾ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചു. അപ്പോഴേക്കും എൻ്റെ കടലയൊക്കെ ഉണ്ടല്ലോ ഒന്ന് വെന്ത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കടല വേവിക്കാൻ നേരത്തുണ്ടല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി, സവാള കട്ട് ചെയ്തിട്ടു, പിന്നെ ഉപ്പ്, വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ടാട്ടോ കടല വേവിച്ചത്. എന്നിട്ട് ഞാൻ വെന്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് കടല ഇങ്ങോട്ട് മാറ്റി വെച്ചു. അതെന്തിനാന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് കടല ഉണ്ടല്ലോ അരച്ച് കടലക്കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ആ ടൈമിൽ ദേനും ഹസ്ബൻഡ് ഉണ്ടല്ലോ കുറച്ച് ഫിഷൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നാടൻ ഫിഷാണ്. ഇപ്പോൾ കപ്പൽ മുങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ ഇവിടെ മേടിക്കുന്ന നാടൻ ഫിഷാണ്. കടലിൽ നിന്ന് എടുക്കുന്ന മീനൊന്നും ഇവിടെ ഇപ്പോൾ കയറ്റാറില്ല. അപ്പോൾ ഈ മീനിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. എനിക്ക് അറിയായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ ഈ വീഡിയോ സൗണ്ട് വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിലുണ്ടല്ലോ ഞാൻ ആ മീനിൻ്റെ പേര് മറന്നുപോയി. ഇതിൻ്റെ മേലെ ഉണ്ടല്ലോ ഒരു സൈസ് തോലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നേരത്തെ കറി വയ്ക്കുമ്പോൾ ആ തോല് വെന്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തോല് ഇങ്ങനെ വിട്ട് എനിക്ക് ഒരു സംതൃപ്തി കിട്ടൂലായിരുന്നു കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പിന്നെ അത് ആ തോലൊക്കെ ഊരി എടുക്കാമെന്നൊക്കെ വെച്ച് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നെ വന്നിട്ട് ആ ഉപ്പുമാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വെള്ളം ഒഴിച്ചതിൻ്റെ കൂടെ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. ഇനി തിളച്ചതിന് ശേഷമാണ് ഞാൻ റവ ആഡ് ചെയ്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് കടല ഒന്ന് അരച്ചെടുക്കണം. കടല അരയ്ക്കാനായിട്ട് ഞാനുണ്ടല്ലോ കടലയുടെ തോലൊക്കെ ഒന്ന് ഊരിയെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊന്ന് പൊടിച്ചെടുക്കും, എന്നിട്ടാണ് ഞാൻ വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കടല അരച്ചിട്ട് കടലക്കറിയിൽ ചേർക്കുകയാണെങ്കിലുണ്ടല്ലോ നല്ല കുറുകിയ കടലക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വേറെ തേങ്ങയോ അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും നമ്മൾ ചേർക്കണം. നല്ല കുട്ടിക്ക് കുറുകിയ കടലക്കറി നമുക്കിതുപോലെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കടലക്കറിയിൽ കടല അരച്ച് ചേർത്ത് വയ്ക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരച്ച് ചേർത്ത് വയ്ക്കുക. പിന്നെ 2 കാഷ്യൂനട്ട് വീട്ടിലുണ്ടെങ്കിലുണ്ടല്ലോ അതും കൂടി ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ കാഷ്യൂനട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. പിന്നെ അതേ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപ്പുമാവിനുള്ള റവയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ റവ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കട്ട കെട്ടാണ്ട് നോക്കണം. കട്ട കെട്ടി കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നും കിട്ടൂല. പിന്നെ റവ നന്നായിട്ട് വെന്തും കിട്ടൂല, അതായത് ഉപ്പുമാവ് നന്നായിട്ട് വെന്ത് കിട്ടൂല. അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി പോയതുകൊണ്ട് ഞാൻ രണ്ടാമത് കുറച്ച് റവയും കൂടി മിക്സ് ചെയ്തല്ല ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ കൊടുത്ത് അവസാനം അത് വെള്ളമൊക്കെ എല്ലായിടത്തും പറ്റും. അങ്ങനെ കട്ട കെട്ടാണ്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കുട്ടികളെ. ദേ ഇതുപോലത്തെ നെയ്യ്, നല്ല നാടൻ നെയ്യാണ് കേട്ടോ. കുടുംബശ്രീയുടെ നെയ്യാണ്. അപ്പോൾ ഈ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞ് ഉപ്പുമാവ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നെയ്യൊക്കെ തടവി കൊടുക്കുക, നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉപ്പുമാവിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയായിരിക്കും. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എന്നെ നിങ്ങൾ ഓടിച്ചിട്ട് തല്ലിക്കുക, അല്ലെങ്കിൽ കല്ല് വെച്ച് എറിഞ്ഞു കേട്ടോ. ഇവിടെ എന്നൊക്കെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അന്നൊക്കെ ഇവിടെ വലിയൊരു അംഗം നടക്കാറുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും ഉപ്പുമാവ് ഇഷ്ടമല്ല. പക്ഷേ ഉണ്ടല്ലോ ബീഫ് കറി, ചിക്കൻ കറി, എഗ്ഗ് കറി ഇതിൻ്റെയൊക്കെ കൂടെ കോമ്പിനേഷനായിട്ട് ഉപ്പുമാവ് എടുക്കുകയാണെങ്കിലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചിലർ ഈ ഉപ്പുമാവിൽ പഴമൊക്കെ ചേർത്ത് കഴിക്കാറുണ്ട്. എനിക്കത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. വല്ല ടേസ്റ്റും ഉണ്ടോ എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ഈ അലുവയും മത്തിക്കറിയും പോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഉണ്ടല്ലോ ഇതുപോലെ എഗ്ഗ് കറി, കടലക്കറിയൊക്കെ സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ തരും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീഫ് കറി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ടൈം രാവിലെ ഒരു 7:30 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ പിള്ളേരൊന്നും എണീച്ചിട്ടില്ല. അപ്പോൾ ഇവരോട് രാവിലെ ഞാൻ പറയാറുണ്ട് രാവിലെ ചായ കുടിക്കണമെങ്കിൽ പാല് മേടിക്കണമെന്ന്. അപ്പോൾ പാല് മേടിക്കാൻ പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഇൻ കേസ് ഞാൻ പൈസയൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ട് വേറെ എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ പിള്ളേർക്ക് പറ്റിയ ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിക്കാൻ ഞാൻ പൈസ കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ പറന്ന് പോണ വഴി അറിയില്ല കേട്ടോ. അതേസമയം ഞാൻ വീട്ടിലേക്ക് എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞ് പൈസ കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ അവർക്ക് പോകാൻ ഭയങ്കര മടിയന്മാരാണ് കേട്ടോ. അപ്പോൾ അവരവിടെ കിടന്നുറങ്ങാണ്. പിന്നെ സാറ്റർഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൺസെഷനൊക്കെ കൊടുത്തിരിക്കുകയാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അവർ നേരത്തെ കാലത്ത് എണീച്ച് പോകുന്നതല്ലേ. അപ്പം കുട്ടികളല്ലേ, സാറ്റർഡേ അവിടെ കുറച്ച് നേരം കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും എൻ്റെ കടലക്കറിക്ക് കടുകൊക്കെ തീർന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഷെൽഫിലാണ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ചാക്കി കെട്ടി അവിടെ എടുത്ത് വയ്ക്കും. അപ്പോൾ പിന്നെ ഞാനതെടുത്തു കടലക്കറി വയ്ക്കുകയാണ്. കടലക്കറിക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, പിന്നെ കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. കൊച്ചുള്ളി ചേർത്താട്ടോ കറികൾ എപ്പോഴും വയ്ക്കേണ്ടത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ പൊടികളൊക്കെ ഞാൻ ഓരോന്നായി ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല എല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ ഈ കടലയുണ്ടല്ലോ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ഞാൻ നേരത്തെ കുറച്ച് കടല അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ കാഷ്യൂനട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാഷ്യൂനട്ട് ചേർത്തില്ലായിരുന്നു. കാഷ്യൂനട്ട് ചേർത്താലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കടലക്കറി മേടിക്കില്ല, ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ ഇതുപോലെ കടലക്കറി വെക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് പിന്നെ വേറെ തേങ്ങയൊന്നും ചേർക്കേണ്ട. തേങ്ങാപ്പാൽ ചേർത്ത് വയ്ക്കുന്നവരുണ്ട്, തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നവരുണ്ട്. അപ്പോൾ വെറുതെ തേങ്ങ അരച്ച് അവിടെ ടൈം കളയണ്ട. ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. നല്ല കുറുകിയ കടലക്കറി നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഞാൻ ഫിഷ് വെച്ചിരിക്കുന്ന മൂടി ഉണ്ടല്ലോ, ഒന്ന് തുറന്നപ്പോഴത്തേക്കും താഴെ വന്ന് നിൽക്കണ കണ്ടോ. ആ മീനിൻ്റെ മണം അടിച്ചിട്ട് വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ കടലക്കറിയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇടണമെങ്കിൽ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല എരിവൊക്കെ ബാലൻസ് ചെയ്ത് നല്ല സെറ്റായിട്ട് ഇരിക്കും. അങ്ങനെ ഞാൻ ഉപ്പുമാവും കടലക്കറിയും തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ കിച്ചണിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്നത് കിച്ചണിലിരുന്നാണ്. അപ്പോൾ ഇനി വന്നവർക്കൊക്കെ അവിടെ നിന്ന് എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ആ ടൈമിൽ ഫിഷൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. ഇത് ഷോപ്പിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന ഫിഷാട്ടോ. അപ്പോൾ നമുക്ക് നന്നാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ തോലൊക്കെ ഞാൻ അങ്ങോട്ട് ഊരി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് കഴുകി അതിൻ്റെ ഉള്ളിൽ കുറച്ച് അവയവങ്ങൾ, മീനിൻ്റെ കുറച്ച് വേസ്റ്റൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിച്ചി പറിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ആ മീനിൻ്റെ പോർഷനൊക്കെ ഞാൻ ആ പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആക്ച്വലി ഈ ഫിഷൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ പൂച്ചകൾ തന്നെയാണ്. കാരണം ഫിഷ് നന്നാക്കാണ്ട് കൊണ്ടുവരികയാണെങ്കിൽ അവറ്റകളുടെ വേസ്റ്റൊക്കെ നമുക്ക് പൂച്ചകൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഫിഷിൻ്റെ പോർഷനൊക്കെ ഇത്രയും പൂച്ചകൾക്ക് കൊടുക്കാൻ നിന്നാലുണ്ടല്ലോ നമുക്ക് പിന്നെ കഴിക്കാനായിട്ട് ഫിഷൊന്നും കിട്ടില്ല. പിന്നെ കൂടുതൽ ഫിഷൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കറി വയ്ക്കാനും ഇന്നത്തേക്ക് ഫ്രൈ ചെയ്യാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കറി വയ്ക്കാനും കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ളതിൽ ഞാൻ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ മസാലയൊക്കെ പെട്ടെന്ന് അതിലേക്ക് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്.
കാര്യം രാവിലെ കിച്ചണിലേക്ക് വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നെങ്കിലും ഞാൻ കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഉണ്ടല്ലോ നല്ല വെയിലാട്ടോ. കുറേ നാളായി ഇവിടെ ഇങ്ങനെ ക്ലൗഡൊക്കെ ഇങ്ങനെ നല്ല വെയിൽ പോലെയൊക്കെ വന്നിട്ട് ട്ടോ. ഇതുവരെ നല്ല മഴ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നേ. അതുപോലത്തെ മഴയും തണുപ്പും ഒക്കെ ആയിരുന്നു. അപ്പം ഇന്ന് ഇങ്ങനത്തെ ക്ലൗഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. ഓ ഭാഗ്യം മഴയൊക്കെ പോയല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മഴ പോകണ്ട, പക്ഷേ ഇങ്ങനെ മഴയുടെ ആ ഒരു ഫോഴ്സൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരുമല്ലോ എന്നോർത്ത് ഞാനിങ്ങനെ സമാധാനിച്ചിരിക്കുകയാണ് ട്ടോ. അങ്ങനെ ഞാൻ നേരെ വന്നിട്ട് ഫിഷിനൊക്കെ ഒന്ന് മസാലയൊക്കെ തേച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഫിഷിന് ഞാൻ ചേർക്കുന്ന മസാലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം മസാലയൊക്കെ തന്നെയാണ് കേട്ടോ. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ കുറേ ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എല്ലാ പൊടികളും ചേർത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ മസാല പൊടികളുടെ ഒക്കെ കൂടെ വെളിച്ചെണ്ണയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോകട്ടോ. മീൻ കറി വെക്കാനുണ്ട്. അപ്പോൾ മീന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ തന്നെയാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മീൻ കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് കായപ്പൊടി ആട്ടോ. കായപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് കായപ്പൊടിയല്ല, കുറച്ച് കായപ്പൊടി ചേർക്കും. ഞാൻ ചില ദിവസങ്ങളിലാണ് കേട്ടോ അതുപോലെ കായപ്പൊടിയൊക്കെ ചേർത്ത് ഫിഷ് കറി വെക്കുന്നത്. അപ്പോൾ ഇത് നാടൻ ഫിഷാണ് കേട്ടോ. അപ്പോൾ നാടൻ ഫിഷ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടാനും ഒരു പ്രത്യേക മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കായപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഞാനത് ചേർത്തൊന്ന് പൊടിച്ചെടുത്ത് അരച്ചെടുക്കുകയാണ് കേട്ടോ. മഴക്കാലമായതോടുകൂടി ഇവിടെ കൊതുക് ശല്യം ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ടുണ്ട് കേട്ടോ. രാത്രിയായി കഴിഞ്ഞാലുണ്ടല്ലോ കൊതുകുകളൊക്കെ എവിടുന്നാ പറന്ന് വന്നേന്ന് നമുക്കിങ്ങനെ ഒരു മൈക്രോസ്കോപ്പ് ഉണ്ടെങ്കിൽ അതിലൂടെ നോക്കിയാൽ പോലും മനസ്സിലാവില്ല. അതുപോലെയാണ് കാര്യം. ഞാൻ ജനലും വാതിലുകളൊക്കെ കൊട്ടിയടിക്കുന്നുണ്ട്. ഇവറ്റുകൾ എവിടെ നിന്നാണോ കയറി വന്നെ അത് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഫിഷ് കറി വെക്കാനുള്ള അരപ്പൊക്കെ ചേർത്തായിരുന്നു. ആ ടൈമിൽ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ ഉണ്ടല്ലോ നമ്മൾ ഫിഷ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല. ഫിഷ് ആഡ് ചെയ്യുന്നത് നമ്മൾ ഇത്രയും കൂട്ടം അടുപ്പത്ത് വെച്ച് തിളച്ചതിന് ശേഷം മാത്രമാണ് ഫിഷ് ആഡ് ചെയ്യാമുള്ളൂ. പിന്നെ കുറച്ച് കുടപ്പുളി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും കൂടി ചേർത്ത് നമ്മൾ പുളിയെപ്പാടെ ആ വെള്ളത്തെപ്പാടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി അത് അവിടെ ഇരുന്ന് തിളച്ചോട്ടെ. ആ തിളച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വൈറൽ പനികളൊക്കെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു ടൈമും കൂടിയാണ് കേട്ടോ. ഈ കൊതുകുകളെയൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ പറമ്പുകൾ, പാടങ്ങൾ, കനാല് അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊതുകുകൾക്ക് വളരാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കൊതുകുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല ഈ ഏരിയയിലുള്ള കംപ്ലീറ്റ് വീടുകളിലൊക്കെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഞാൻ കറിയൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ കുറച്ച് കറിവേപ്പിലയുടെ അഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വെയിലെന്നേ. കുറേ നാളായി ഇതുപോലെ വെയിൽ വന്നിട്ട്. അപ്പോൾ ഞാനിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. ഹായ് മഴയൊക്കെ പോയല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ എനിക്ക് പിന്നെ അകത്തേക്ക് കയറാനായിട്ട് തോന്നിയില്ല. കാരണം ഈ വെയിൽ തന്നെയാണ് ട്ടോ. ഇത്രയും ദിവസം മഴയായിരുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഈ പെട്ടെന്ന് ഈ വെയിലൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഒരു സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കനാലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വേനൽ സമയത്താണ് വെള്ളം തുറന്ന് വിടുന്നത്. ഇപ്പോൾ മഴക്കാലമാണല്ലോ, വെള്ളമൊന്നും തുറന്ന് വിടാറില്ല കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഇവിടെ മഴയൊക്കെ പെയ്തതിൻ്റെ ഒരു വെള്ളമാണ്. അത് ഒഴുകി പോകാണ്ട് ഇങ്ങനെ കിടക്കുന്നതാട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്ത് എടുത്തതാണ്. നല്ല വെയില്, നല്ലൊരു ക്ലൈമറ്റ്. അപ്പോൾ ഈ മഴക്കാലത്ത് ഇങ്ങനെ ഒരു വെയില് കിട്ടുക എന്ന് പറയുന്നത് ഒരു സന്തോഷാണല്ലോ, ഒരു സമാധാനാണല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ തുണിയൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് ഉണങ്ങാണ്ടൊക്കെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വെയിലിലെല്ലാം ഉണങ്ങിയൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ നോക്കി. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് വന്നപ്പോഴുണ്ടല്ലോ ഞാൻ വച്ച ഫിഷ് കറി ഉണ്ടല്ലോ, ആ ചാറൊക്കെ തിളച്ചിങ്ങനെ പൊങ്ങി ആ അടപ്പേലിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ ചാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി. ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, അടുപ്പത്ത് വെച്ചതൊക്കെ ഇങ്ങനെ മറന്നു പോകും കേട്ടോ. അപ്പോൾ ഞാൻ ആ പീസസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. ഇപ്പോഴാണ് ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തത്. അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഓർത്തില്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. പിന്നെ നമ്മൾ വന്നിട്ട് ആ കിച്ചണിൻ്റെ അടപ്പൊക്കെ ഉണ്ടല്ലോ, അവിടെ തേങ്ങയൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഈ ടൈമിലാണ് കേട്ടോ ഞാൻ ചായ ഉണ്ടാക്കുന്നത്. ചായ ഉണ്ടാക്കുന്നത് ഞാൻ ഏറ്റവും ലാസ്റ്റാണ്. ഇവിടെ ചായ ഉണ്ടാക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ആട്ടോ. അതിനൊരു റീസൺ ഉണ്ട്. കാരണം പിള്ളേരോട് പാല് മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ പോകില്ല കേട്ടോ. ഇവിടെ അടുത്ത് സൊസൈറ്റി ഉണ്ട്, പക്ഷെ എന്നാലും മടിയാണ് പിള്ളേർക്ക് സൊസൈറ്റി പോയി പാല് മേടിക്കാനായിട്ട്. പിന്നെ മേടിക്കുന്നത് ഇതുപോലെ ഷോപ്പിൽ പോയാട്ടോ. ഷോപ്പിലാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് ടൈമിൽ വേണമെങ്കിലും പോയി മേടിക്കാമല്ലോ. പിന്നെ പാല് മേടിക്കാൻ നേരത്ത് പാല് മേടിക്കാൻ പറയാൻ നേരത്ത് പിള്ളേർ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ഉമ്മിയുടെ ഷുഗർ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യണം, ചായ കുടിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നമാണ് ഈ പ്രശ്നമാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ വായ കൂടെ കൂട്ടും. എന്നാലും നമ്മൾ സാമാന്യ മലയാളികൾക്ക് ഇങ്ങനെ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അതുപോലെ
പോലെ തന്നെയാട്ടോ എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. പിന്നെ നമ്മൾ ഒരുപാട് ചായയിൽ ഷുഗറൊന്നും ആഡ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. പിന്നെ ഇൻ കേസ് ഞാൻ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മുന്തിയ പങ്ക് പിള്ളേർ തന്നെയാണ് കുടിക്കുന്നത്. കാര്യം ചായനെ കുറ്റം പറയുകയും ചെയ്യും, ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ മുന്തിയ പങ്ക് അവരിങ്ങനെ കുടിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ നമ്മൾ ചായയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ്. പിന്നെ ഞാൻ കൂടുതലും കുക്ക് ചെയ്യുന്നത് പുറത്തെ കിച്ചണിലാണ്. പിന്നെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, അതായത് ഫുഡ് കുക്ക് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ കുക്ക് ചെയ്യുന്ന ഒരു സമയത്തുണ്ടല്ലോ ഇവിടെ നിന്ന് എടുത്ത് അപ്പുറം കിച്ചണിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവിടുത്തെ ഉപയോഗം കഴിയുമ്പോൾ നമ്മളത് അവിടെ നിന്ന് എടുത്ത് ഇവിടെ വയ്ക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിലും അതുപോലെ പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും ആ കിച്ചണിൽ തന്നെ ഉണ്ടാവും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ കിച്ചണിൽ തന്നെയാണ് വയ്ക്കുന്നത്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ്, പിന്നെ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഐറ്റംസ്, പച്ചമുളക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഒരു കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. എൻ്റെ കണ്ടെയ്നർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് നമ്മളിവിടെ ബിരിയാണിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറില്ലേ, അതാണ്. അത് ഞാൻ കളയില്ല കേട്ടോ. അത് ഞാനിങ്ങനെ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു കണ്ടെയ്നറിലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ പ്ലേറ്റിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കണം. പിന്നെ ഞാൻ ഈ കണ്ടെയ്നർ കളയില്ല കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ആ ടൈമിലാണ് ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഫ്രണ്ടിലെ ഡോറ് ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്നിട്ട് ആ വിൻഡോയൊക്കെ ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. എനിക്കിങ്ങനെ വിൻഡോയൊക്കെ ഓപ്പൺ ആക്കണം കേട്ടോ രാവിലെ തന്നെ. എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര ഒരു നെഗറ്റീവ് ഫീല് എനിക്കുണ്ടാവും. കിച്ചണിൽ ചെല്ലണ പാടെ തന്നെ കിച്ചണിലെ വിൻഡോസൊക്കെ ഞാൻ ഓപ്പൺ ആക്കി ഇടാറുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഏരിയയിലേക്ക് നമ്മൾ വരുന്നില്ല. പിന്നെ ബാക്കിലെ ഡോറ് തുറന്നിട്ടാണ് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത്. ഇവിടെ ഇറങ്ങുന്നത് എൻ്റെ കിച്ചണിലുള്ള ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഈ ഫ്രണ്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ കുറേ പത്രമൊക്കെ ഉണ്ടാവും. അപ്പോൾ പത്രം കുറച്ച് നേരം ഇരുന്ന് വായിക്കും. ഡീറ്റെയിൽ ആയിട്ടൊന്നും വായിക്കില്ല കേട്ടോ. രാവിലെ ഞാൻ പേപ്പർ നോക്കുന്നത് ഫ്രണ്ട് പേജ് നോക്കും, ബാക്ക് പേജ് നോക്കും. അതിൻ്റെ ഉൾ പേജുകളൊക്കെ നോക്കുന്നത് രാത്രിയായിരിക്കും. അപ്പോഴാണ് എനിക്ക് സമയം കിട്ടാറ്. പിന്നെ കുറച്ച് നേരം ആ ഫ്രണ്ട് പേജും ബാക്ക് പേജൊക്കെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കൂടുതലും ഇതിൽ ഈ യുദ്ധങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ കുറേ നാളുകളായിട്ട് യുദ്ധങ്ങളൊക്കെയാണ് ന്യൂസ് പേപ്പറിലുള്ളത്. അതൊക്കെ കാണുമ്പോൾ വല്ലാത്ത മനസ്സിനൊരു ഭീതിയൊക്കെയാണ്. മനുഷ്യരല്ലേ ഈ മരിച്ച് വീഴുന്നത് എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം. പിന്നെ നമ്മൾ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഇവിടെ നിന്ന് കഴിക്കുന്നത്. എന്നിട്ട് നേരെ വന്നിട്ട് അരി അടുപ്പത്തേക്ക് ഇടാണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന അരി എന്ന് പറയുന്നത് മട്ടയരിയാണ്, മദേഴ്സിൻ്റെ മട്ടയരി. അപ്പോൾ ഈ അരി എന്ന് പറഞ്ഞത് ഞാനൊരു 10 മിനിറ്റോളം വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് ഇടും. എന്നിട്ടാണ് അത് കഴുകിയെടുക്കുന്നത്. അപ്പോൾ കഴുകാൻ നേരത്തുണ്ടല്ലോ അതിൻ്റെ തവിട് കുറേ നേരം ഇങ്ങനെ ഇളകി ഇളകി വരും. എനിക്ക് തോന്നുന്നു ഇതിലെന്തോ പെയിൻറ്റ് അടിച്ചിട്ടാണ് ഈ മട്ട റൈസ് വരുന്നതെന്ന്. പക്ഷേ ആക്ച്വലി അത് പെയിൻ്റ് ഒന്നും അല്ല, അത് അതിൻ്റെ തവിടാണ് കേട്ടോ. അതൊരു 4-5 തവണ കഴുകിയാലാണ് അത്യാവശ്യം വൃത്തിയാവുള്ളൂ. പിന്നെ ഞാൻ എക്സ്ട്രാ കഴുകാറൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ടൈം കിട്ടണ അനുസരിച്ചായിരിക്കും എൻ്റെ കഴുകലിൻ്റെ വ്യാപ്തിയും. അങ്ങനെ കുറേ തവണ ഇരുന്ന് ഞാൻ കഴുകി. അപ്പം നിങ്ങൾക്ക് തോന്നും ഞാൻ ഈ കുക്കറിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞ് റൈസ് ഇരിക്കൂലേന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ ഇത് കുതിർത്തിയിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ടിടും. എന്നിട്ട് ഞാനത് കഴുകി ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനങ്ങോട്ട് വേവിക്കും കേട്ടോ. എന്നിട്ട് ഒരു 2 വിസിൽ, എൻ്റെ കുക്കറിന് 2 വിസിൽ വന്നാലാണ് ഈ റൈസ് കറക്റ്റായിട്ട് വേവുകയുള്ളൂ. വെന്തതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് അതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം വെള്ളം ചേർക്കും. അതിൽ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് കലത്തിലേക്ക് ഇടും. കലത്തിലേക്ക് ഇട്ടിട്ട് ഞാനത് തിളപ്പിച്ചെടുത്തിട്ട് വാർക്കും. അപ്പം നല്ല ഈ അടുപ്പത്തൊക്കെ ഇങ്ങനെ ഈ വിറകടുപ്പയിലൊക്കെ വയ്ക്കുന്ന റൈസില്ലേ, ആ റൈസ് അതുപോലെ ഇരിക്കും കേട്ടോ. എനിക്ക് പണ്ട് വീട്ടിലൊക്കെ ഈ വിറകടുപ്പിൽ വെച്ചാണ് റൈസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ കുക്കറിലൊക്കെ റൈസ് വെക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്കിങ്ങനെ കുഴ പോലെ ഫീൽ ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ കാലം ഞാൻ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു റൈസ് വെച്ചുകൊണ്ടിരുന്നത്. റൈസ് വെച്ചുകൊണ്ടിരുന്ന കുഴ പോലെ ഇരിക്കും. പിന്നെയാണ് എനിക്ക് ബുദ്ധി ഉദിച്ചത്. ഞാനിങ്ങനെ കുക്കറിൽ റൈസ് വേവിച്ചേച്ച് പിന്നെ അത് കലത്തിലേക്ക് വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ച് വാർക്കും. അപ്പം നല്ല റൈസായിട്ട് എനിക്ക് കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ വേറെ കുക്കറിൽ തലേന്ന് കുറച്ച് പോപ്കോൺസ് ഉണ്ടാക്കി കേട്ടോ. എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയി സുഹൃത്തുക്കളെ. ഞാൻ പോപ്കോൺസ് ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ വിസിൽ ഊരാണ്ട് വിസിലയിൽ തന്നെ പോപ്കോൺസ് അങ്ങോട്ട് വേവിച്ചിട്ട് കറക്റ്റ് ഒരു വിസിൽ വന്ന് അപ്പോഴാണ് ബോധം വെച്ചത് കേട്ടോ. ഞാൻ കുറേ നേരം ഇതെന്താ പോപ്കോൺസ് പൊട്ടിത്തെറിക്കണില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ സ്മെല്ലും കൂടി അടിച്ചപ്പോൾ ആകെ ഇതായിപ്പോയി. എനിക്കെന്തോ മണ്ടത്തരം പറ്റിപ്പോയി. ഞാൻ ഇതിനു മുമ്പ് പോപ്കോൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് വിസിൽ ഇടാണ്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, ഓർമ്മ കിട്ടിയില്ല. എന്താണെന്നറിയില്ല, ചില സമയത്ത് അങ്ങനെയാണ്, ഓർക്കൂല കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് കരിഞ്ഞു പോയി. പിന്നെ ഇവിടെ ആരും തിന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേന്ന് രാവിലെ എടുത്ത് നോക്കിയപ്പോൾ അത് ഇങ്ങനെ കരിഞ്ഞ ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ പൂച്ചകൾക്ക് കൊടുത്തിട്ട് പോലും പൂച്ചകൾക്ക് പോലും വേണ്ട. അതാണ് സുഹൃത്തുക്കളെ ഞാനിവിടെ ഇരുന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നത്.
ആകെ കരിഞ്ഞു പോയിട്ട്. അപ്പോൾ കരിയാത്ത ചില പോർഷൻസ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാനിങ്ങനെ കഴിക്കുമായിരുന്നു. നല്ല പോപ്‌കോൺസ് ആയിരുന്നു ട്ടോ. നല്ല ഈ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടായിരുന്നു ഉണ്ടാക്കിയത്. എന്താണെന്നറിയില്ല അതാകെ കത്തി ആകെ വൃത്തികേടായി പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളാരും ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ ചെയ്യരുത്. എന്തായാലും പോപ്‌കോൺസ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ വിസിൽ ഊരി മാറ്റണം. ആ വിസിൽ ഊരി മാറ്റുമ്പോൾ തന്നെ അത് പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദം കേൾക്കാം. എനിക്കുണ്ടല്ലോ ഇതിട്ടിട്ട് ശബ്ദങ്ങൾ കേൾക്കാത്ത കാരണം ഞാൻ ഇതെന്താ ഇങ്ങനെ ശബ്ദം കേൾക്കാത്തത് ഇങ്ങനെ ഓർത്തോർത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ചില സമയത്ത് നമ്മൾ ഓർക്കാത്ത ചില കാര്യങ്ങളാണ് ട്ടോ. അങ്ങനെ അതിൽ പറ്റിപ്പോയൊരു കാര്യമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. ബാക്കിയുള്ളതൊക്കെ കൊണ്ടുപോയി കളഞ്ഞു ട്ടോ. പിന്നെ നമ്മൾ നേരെ വന്നിട്ട് ക്ലീനിങ് ആണ്. ഇനിയുള്ള എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. ഇന്നത്തെ ക്ലീനിങ് വാഷ് ബേസ് ഏരിയയിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ വാഷ് ബേസ് ഏരിയയിലാണ് ഞാൻ കൂടുതലും തവണ ഒരു ദിവസം ക്ലീൻ ചെയ്യാനായിട്ട് സമയം കളയാറ്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ ചില്ലിട്ടിരിക്കുന്നതുണ്ടല്ലോ താഴേന്ന് മേലെ വരെ. അപ്പോൾ ഈ ചില്ല് താഴേന്ന് ഇങ്ങനെ ഇട്ടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും ഈ ടാപ്പൊക്കെ തുറക്കുമ്പോൾ പ്രത്യേകിച്ച് പിള്ളേരുള്ള വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ഒന്നിങ്ങനെ ടാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കും. ആവശ്യമില്ലെങ്കിലും തിരിക്കും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തെറിക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഫിഷൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ആ ടൈമിൽ റൈസൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കലത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചും എടുക്കാം കേട്ടോ. എനിക്കാണെങ്കിൽ ഇവിടെ കലമുണ്ടല്ലോ ഒരെണ്ണാണേ ഉള്ളൂ. അരിക്കലം ഒന്നേ ഉള്ളൂ. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ വിചാരിക്കും ഇന്നൊരു അരിക്കലം മേടിക്കാമെന്നൊക്കെ കരുതി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. പക്ഷേ ഉണ്ടല്ലോ നമ്മൾ മേടിക്കില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറന്നു പോകും. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും മേടിക്കുന്നത്. ഇനി എന്തായാലും പുറത്തിറങ്ങുമ്പോൾ ഒരു അരിക്കലം മേടിച്ചിട്ടുള്ളൂ കാര്യം. ഞാൻ കുറേ നാളായി ഇന്ന് പോകുമ്പോൾ അരിക്കലം മേടിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കും. പിന്നെ നമ്മൾ അങ്ങോട്ട് വിട്ടുപോകും. ഇവിടെ ഓൾറെഡി ഉള്ള കലങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കലമാണ് കേട്ടോ. ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ കുഞ്ഞു കലം മതി. അപ്പോൾ കുഞ്ഞു കലമാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. പിന്നെ മൺകലമുണ്ട്, അലൂമിനിയത്തിൻ്റെ വേറെ കലങ്ങളുണ്ട്, പിന്നെ സ്റ്റീൽ കലമുണ്ട്. സ്റ്റീലൊന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ വയ്ക്കുന്നത് കൂടുതലും ഇതുപോലത്തെ അലൂമിനിയത്തിലാട്ടോ. അപ്പോൾ വയ്ക്കുന്ന മോഡലിൽ ആകെയുള്ള ഒരു കലം എന്ന് പറയുന്നത് ഇതാണ്. റൈസ് നേരത്തെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുക്കറിലാണ് ഇട്ടത്. അപ്പോൾ കുക്കറിൽ റൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൈസ് കുക്കറിലിട്ട് വേവിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വെള്ളമൊക്കെ പറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ റൈസിലേക്ക് എക്സ്ട്രാ വെള്ളം കൂടി ചേർത്തിട്ടാണ് ആ കലത്തിലേക്ക് ഇട്ട് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണെങ്കിലുണ്ടല്ലോ റൈസ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ചിലവർ ഇങ്ങനെ കുക്കറിൽ റൈസ് വെച്ചിട്ട് ഒട്ടിപ്പിടിക്കുന്നതായിട്ടൊക്കെ കംപ്ലയിൻറ്റ് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ റൈസ് കുക്കറിൽ വെക്കുന്നവർ എന്തായാലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കട്ടോ. ആ കുക്കറിൽ ഇട്ട റൈസിനെ കലത്തിലേക്ക് എക്സ്ട്രാ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ വിറകടുപ്പയിലൊക്കെ വയ്ക്കുമ്പോൾ കിട്ടുന്ന റൈസ് ഇല്ലേ അതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നല്ല റൈസ് കിട്ടാറുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകിയെടുത്തിട്ട് ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. അപ്പോൾ ക്ലീൻ ആക്കി അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിടക്കുമല്ലോ. പിന്നെ എൻ്റെ മെയിൻ ആയിട്ടുള്ള കിച്ചൺ ഉണ്ടല്ലോ, വലിയ കിച്ചൺ, ആ കിച്ചണിലും കുറച്ച് പോർഷനൊക്കെ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഈ വൈറ്റ് ടൈലിട്ടത് കൊണ്ടാണോ എന്നറിയില്ല, എപ്പോഴും ഇങ്ങനെ മുഷിഞ്ഞ് കിടക്കും. അപ്പോൾ എനിക്കിങ്ങനെ ക്ലീൻ ആക്കിയില്ലെങ്കിൽ എനിക്ക് എന്തോ വലിയ ഇറിറ്റേഷൻ പോലെയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ റൂംസും ഹോളും അതുപോലെ തന്നെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്ത് ഞാനിങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ പോരാണ് കേട്ടോ. അവനിങ്ങനെ അടിച്ച് കൂട്ടി കിച്ചണിലേക്കാണ് കൊണ്ടുവരുന്നത്. പിന്നെ അവിടെ നിന്ന് വാരിയെടുത്ത് കളയാണ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് ക്ലീൻ ആക്കി തുടച്ചെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ടൈമിൽ ചെയ്യുകയാണ്. ഇനി കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഈ ക്ലീനിങ്ങും അതുപോലെ തന്നെ വാഷിങ്ങൊക്കെയാണ്. ഇവിടെ ക്ലീനിങ്ങിനായിട്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഇവിടെയൊക്കെ മാറ്റിയിട്ടിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നല്ല ലുക്കൊക്കെയാണ്. പക്ഷെ അത് ക്ലീൻ ആക്കുന്ന ദിവസം, അതായത് ആ മാറ്റ് ക്ലീൻ ആക്കുന്ന ദിവസം ഉണ്ടല്ലോ എൻ്റെ ഒരു ദുരന്തം പിടിച്ച ദിവസമായിരിക്കും. കാരണം ഈ മാറ്റി കിടക്കുമ്പോൾ കാണാൻ നല്ല ലുക്കൊക്കെയാണ്. പക്ഷെ അത് കുറേ ദിവസം ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിലിങ്ങനെ പൊടിയൊക്കെ ഉണ്ടാവും. പിന്നെ അത് കുടയണം. പിന്നെ മുഷിഞ്ഞൊക്കെ കഴിഞ്ഞാൽ അത് കഴുകേണ്ടതൊക്കെ ആയിട്ട് വരും. അതൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇത് മാറ്റി കിടക്കുമ്പോൾ നമുക്ക് ഡെയിലി അവിടെ പോയി ക്ലീൻ ചെയ്യാനോ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടുണ്ട്. അത് ക്ലീൻ ആക്കേണ്ട ദിവസമാണ് ബുദ്ധിമുട്ട് വരാറ്. പിന്നെ അത് വേഗം പോയിട്ട് മുറ്റമൊക്കെ ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇവിടെ കുറച്ച് മുറ്റമുള്ളൂ കേട്ടോ. പക്ഷേ കരിയിലകൾ ഒരുപാടുണ്ട്. കാരണം ഇവിടെ ഞാൻ കുറച്ച് മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ വലുതായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയ പ്ലാവൊക്കെ ഉണ്ട്.
ആക്ച്വലി അത് നട്ടപ്പോൾ ചെറുതായിരുന്നു. ഇപ്പോൾ ഭയങ്കര വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ കരിയിലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ അടിച്ച് കളയണമല്ലോ. പിന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഞാൻ വേഗത്തിൽ വേഗത്തിൽ ഇങ്ങനെ അടിച്ചെടുക്കുന്നതായിട്ട് തോന്നും. പക്ഷേ ഞാൻ കുറേ ടൈം എടുത്തിട്ടാണ് ഇതൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നത്. അടിച്ചെടുക്കാനായിട്ട് കുറേ ടൈം വേണ്ടി വരും. പിന്നെ ഇവിടെ കുറച്ച് മുറ്റമുള്ളെങ്കിലും മുറ്റം കുറച്ച് അടിക്കാനുണ്ട്. അവിടെ റോഡൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ വന്നിട്ട് വീടിൻ്റെ അകമൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇന്ന് വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്ന ദിവസമൊന്നും അല്ല കേട്ടോ. ഞാൻ അങ്ങനെ മൊത്തത്തിൽ ഒരു ദിവസം കൊണ്ടൊന്നും ക്ലീൻ ചെയ്തെടുക്കാറില്ല. ഞാൻ ഓരോ പോർഷൻ വെച്ചിട്ടാട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഡെയിലി ക്ലീൻ ചെയ്യുന്ന പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, അതായത് വർക്ക് ഏരിയ, കിച്ചൺ, ലിവിങ് ഏരിയ, ഹോള്, അതൊക്കെയാണ് ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വയ്ക്കും. ഇന്ന ദിവസം ഇന്ന പോർഷൻ, ഇന്ന ദിവസം ഇന്ന പോർഷൻ, അങ്ങനെ ഞാൻ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ വേഗം വന്നിട്ട് തുണിയൊക്കെ കുറച്ച് വാഷ് ചെയ്ത് വിരിച്ചിടാനുണ്ടായിരുന്നു. ഇത് ഞാൻ മിഷ്യത്തിലിട്ട തുണികളായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വന്നിട്ട് തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാണ്. അങ്ങനെ ഞാൻ വന്നിട്ട് ഫുഡൊക്കെ ഒന്ന് കഴിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുളിക്കാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ നേരെ വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പം നല്ല മട്ടയരി ചോറ്, ക്യാരറ്റ് തോരൻ, കോളിഫ്ലവർ കറി. ഇന്നത്തെ കോളിഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തലേന്ന് വെച്ച കറി കേട്ടോ. അത് ഞാൻ ഈ പാവയ്ക്ക വറുത്തരച്ച് കറി വെക്കില്ല, അതുപോലെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നല്ല നാടൻ ഫിഷ് കറിയും, ആ ഫിഷ് തന്നെ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു. പിന്നെ നല്ല മാങ്കോ അച്ചാറും. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് എൻ്റെ ലഞ്ച്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ലഞ്ച് തന്നെയായിരുന്നു കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. സീ യു.